ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ FL ഹാൻഡ്മെയ്ഡ്. വീഡിയോയിൽ കാണുന്നത് പോലത്തെ പോളറോയിഡ്സ് ഫോട്ടോസ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ എഡിറ്റിങ്ങിലേക്കാണ് കിടക്കുന്നത്. ആദ്യം തന്നെ ഇതാ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും താഴെയായിട്ട് ഈ ഒരു പ്ലസ് ബട്ടൺ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെർച്ചിങ്ങിൽ A3 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബ്ലാങ്ക് പേജ് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കളേഴ്സ് എടുക്കാം. അതിൽ ഞാനിതാ ഈ ഒരു ഗ്രേ കളറ് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറേ അധികം ഫ്രെയിംസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഇത് ഈ ഫസ്റ്റ് വണ്ണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഫ്രെയിം ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പൊസിഷൻ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ അഡ്വാൻസ്ഡ് എടുത്തിട്ട് അതിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. വിഡ്ത്ത് 7.42 സെൻറ്റിമീറ്റർ കൊടുക്കുക. എന്നിട്ട് ഹൈറ്റ് 8.4 സെൻറ്റിമീറ്ററും ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ കൊടുത്ത അതേ അളവിലുള്ള ഫ്രെയിം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അത് ഇതാ ഈ ഒരു ഫസ്റ്റിലായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. കളർ ഞാനൊരു വൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് വീണ്ടും പൊസിഷനിൽ പോയിട്ട് അഡ്വാൻസ് എടുത്തിട്ട് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒന്നും മാറ്റി കൊടുക്കുന്നുണ്ട്. വിഡ്ത്ത് വരുന്നത് 6.98ഉം ഹൈറ്റ് വരുന്നത് 7.9ഉം ആണ് വരുന്നത്. അതിനുശേഷം കളേഴ്സ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിതവിടെ പിങ്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ കളേഴ്സ് കൊടുക്കുന്നത് ഫ്രെയിം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതാ ഈ ഒരു ഫ്രെയിം ആദ്യം ചെയ്ത ഫ്രെയിമിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതാ ഇതുപോലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് സെൻറ്ററിലായിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു പിങ്ക് കളറിൽ ഒരു പ്ലസ് പോലെ കാണാം. അപ്പോൾ അതാണ് സെൻറ്റർ ഭാഗം. അപ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം മോർന്നുള്ള ഒരു 3 ഡോട്ട്സ് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്ത ഫ്രെയിം രണ്ടാമത്തെ ഫ്രെയിം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഗ്രൂപ്പ് എന്ന് കാണുന്നില്ലേ, സെലക്ട് മൾട്ടിപ്പിളിൻ്റെ മുകളിലായിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഗ്രൂപ്പായിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് കറക്റ്റിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കോപ്പി എടുക്കുക, വെച്ച് കൊടുക്കുക, വീണ്ടും കോപ്പി എടുക്കുക, വെച്ച് കൊടുക്കുക. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും മോർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഓരോ ഫ്രെയിംസും സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് കൊടുക്കുക. ഇപ്പോൾ അത് ഒന്നിച്ച് ഗ്രൂപ്പായി കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി എടുക്കുക. എന്നിട്ട് ഇതാ വീണ്ടും താഴേക്ക് കോപ്പി എടുത്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ 20 ഫ്രെയിംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് അൺഗ്രൂപ്പ് കൊടുക്കുക. ഇങ്ങനെ താഴെയുള്ളത് ഓരോന്നും അൺഗ്രൂപ്പ് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഫസ്റ്റിലുള്ള ഫ്രെയിം ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് ഫോട്ടോയിലേക്ക് പോകാം. അതിനു വേണ്ടി ഇത് അപ്ലോഡ്സ് പോയിട്ട് ഏതാ നമുക്ക് വേണ്ടിയ ഫോട്ടോ വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത ഫ്രെയിമും ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ്സ് പോയിട്ട് നമുക്ക് വേണ്ട പിക്ക് എടുത്തിട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ ഫ്രെയിമിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ വേണ്ട ഫോട്ടോസൊക്കെ ഇത് അവിടെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ ടൈപ്പിൽ PDF പ്രിൻ്റ് എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എഡിറ്റിംഗ് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ പ്രിൻ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ക്ലിയർ ഉള്ള സ്ഥലത്ത് തന്നെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതാ ഞാൻ ഇവിടെ ഒരു കട്ടിയുള്ളൊരു ഷീറ്റ് താഴെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതാ ഇതുപോലത്തെ ഒരു സ്കെയിലും ഇതുപോലത്തെ ഒരു കട്ടറും വേണം. എന്നിട്ട് ഇതാ കറക്റ്റ് നമുക്ക് വേണ്ട ഒരു സ്ഥലത്ത് ആ ഒരു വൈറ്റ് ബോർഡർ കാണുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കട്ടർ ഉപയോഗിച്ചിട്ട് ഞാനിത് അവിടെ ഒരു കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിതാണ് ഏറ്റവും സുഖമായിട്ട് തോന്നിയിട്ടുള്ളത്. വേണമെങ്കിൽ കത്രികയൊക്കെ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്, പക്ഷേ അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടണം എന്നുള്ളതുകൊണ്ട് ഞാനിതാ ഈ ഒരു നൈഫ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ദാ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ദാ ഇങ്ങനെ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരേ അളവിലാകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് സ്ഥലത്തും ഒരുപോലെ വൈറ്റ് വരുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. അപ്പോൾ ദാ നല്ല നീറ്റിൽ 4 ഭാഗത്തും വൈറ്റ് ബോർഡർ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ബാക്കിയുള്ളത് ഫുള്ളായിട്ട് നമ്മളിത് അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു A3 ഷീറ്റിൽ 20 ഫോട്ടോസാണ് നമുക്കിതാ ഇവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല ക്ലിയറിൽ നമുക്കിവിടെ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ഇൻഷാ അല്ലാഹ്.